പറഞ്ഞോ ഹലോ. ഹലോ. അപ്പൊ നമ്മളെങ്ങോട്ടാ ആശ്ലി? നമ്മളെങ്ങോട്ടാ പോണേ? അതിനാണ് അങ്ങോട്ടല്ലേ വെച്ചത്? കോടീശ്വരനോ? അല്ല, മറ്റേ ഡോറ. ഞാൻ തന്നെ പറയാം. അപ്പൊ നമ്മള് ഇന്ന് ഇങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ നമ്മള് എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, എന്താ ഫസ്റ്റ് ഫ്ലൈറ്റും ആൻഡ് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാ ആക്ച്വലി? നമ്മൾ മലേഷ്യ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് മലേഷ്യ കാണും. അപ്പം നമ്മളിപ്പം സമയത്ത് കാണുന്നുണ്ടോ? ആ ചേച്ചിനെ മാത്രം കാണും. 11:10 വേറെ ആളെ കൊണ്ട് കാണുന്നുണ്ടല്ലോ. 11:08. ഓക്കെ, 11:08. നമ്മൾ ആക്ച്വലി 12:30 നമ്മുടെ ഫ്ലൈറ്റ്. അത് ഡിലേ ആയി. അപ്പോൾ 1:15 ആണ്. അപ്പം നമ്മൾ ഇത്രയും നേരം ഇവിടെ പോസ്റ്റ് ആക്കാം. സോ എനിവേ ചേസ്, അപ്പം നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് നേരെ അങ്ങനെ കളയുന്നു. എനിക്കൊരു കാര്യം മനസ്സിലാവാൻ അന്വേഷണം നടത്തുന്നത് എനിക്കൊരു മനസ്സിലാവുന്നില്ല. എനിക്കത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സിലാവും. ശ്രദ്ധിച്ച് കേൾക്കാം. അത് പറഞ്ഞു നിർത്തി. മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ പോലെ ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു. ഏതൊരു ഒരെണ്ണത്തിൽ പിടിക്കായിരുന്നു. ഇത് എക്കോ അടിച്ചിട്ടാണ്. സോ സാഡ് ഗൈസ്. അപ്പൊ ശരി, നാളെ കാണാം. അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ച് നടക്കുന്നല്ല. അവസാനം വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കാൻ. ആക്ച്വലി ഐ എക്സൈറ്റഡ് ഫോർ യുവർ ഫസ്റ്റ് ട്രിപ്പ്. ആക്ച്വലി ഫസ്റ്റ് ഫ്ലൈറ്റ് മറ്റേ ടേക്ക് ഓഫിന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവും. എനിക്ക് അറിയില്ല എന്ന് നടക്കാൻ പോണേ. പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടോ. എനിക്കാണ് ആക്ച്വലി വിൻഡോ സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ വെച്ചു ആഷ്ലി എടുക്കുന്നത് ലെറ്റർ. അപ്പോൾ പുള്ളിക്കാർക്ക് ടേക്ക് ഓഫും ഇതൊക്കെ ലൈക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാമല്ലോ എന്നൊക്കെ. പക്ഷേ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് അങ്ങനെ ടേക്ക് ഓഫ് ഒന്നും അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞു ലാസ്റ്റൊക്കെ ആയപ്പോൾ ലാൻഡിങ്ങിലെ. അങ്ങനെ വന്നിട്ട് ഭയങ്കര വെച്ചാൽ ഉറക്കമൊന്നും ആക്ച്വലി ഞങ്ങൾക്ക് വലിയ അങ്ങോട്ട് ശരിയായില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അവസാനം ലാൻഡൊക്കെ ചെയ്തു. ഇനി അടുത്തുള്ളൊരു ഹോട്ടലിൽ നമ്മളെ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാൻ പോവാണേ. ഇവിടെയാണോ ഇവിടെ നിൽക്കുന്നത്? അവിടെ നിൽക്കിയിട്ട് വ്യത്യാസമൊന്നും വന്നില്ലല്ലോ. ഞാൻ എപ്പോഴെപ്പോഴും ഞെക്കും. കോൺഫിഡൻസിൽ ഫുഡ് കഴിക്കാൻ പോവാം. അതെ, ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ടോ. എന്താണ് ഫസ്റ്റ് ഞങ്ങൾ ഫ്രഷ് അപ്പ് ആയുള്ള ഹോട്ടലിൽ വന്നു. ലെവലിട്ടുള്ളത് ഞങ്ങൾ ഉറക്കം തോന്നിയായിരുന്നു. ഫ്ലൈറ്റിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ആഷ്ലി ഉറങ്ങില്ലേ? ആഷ്ലി ഇച്ചിരി നേരം എന്തോ ഉറങ്ങി, എനിക്ക് ഓർമ്മയില്ല. അതെ, പക്ഷെ ഒരു സാറ്റിസ്ഫൈങ് ഉറക്കമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാലൊക്കെ ഭയങ്കര അങ്ങനെ കാലൊന്നും അങ്ങനെ വെക്കാനുള്ള ഭയങ്കര ഇതില്ല. ഇവിടെ സിഗ്നലല്ലോ അല്ലേ? വിഷമിക്കല്ലേ? തങ്ങുവാ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്ന കണ്ടോ? അതിനിപ്പോ എന്നെ നമ്മൾ റോഡ് നടക്കല്ലേ നിക്കണേ. എന്റെ പൊന്നാശ്ലി ഇയാളെ കൊണ്ട് എന്നെ വരെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലിങ്ങനെ എന്റെ ഇവിടെ നിന്ന് വണ്ടി ക്രോസ് അറിയാൻ പറഞ്ഞു. ഓക്കെ, സോ ഇനി ചേസ് എന്റെ ഒരു ഫ്ലോയും പോയി. ഞാൻ വല്ലയിടത്തും തട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് എടുത്തിയത് കാരണം. എടാ, പക്ഷേ ഗെറ്റപ്പ് അല്ല, മറ്റേ മലേഷ്യന്ന് വണ്ടി ഇടിച്ചെന്നല്ലേ പറയാളോ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വണ്ടി ഇടിച്ചെന്റെ മസ. ബീർ കിട്ടുന്നു. കുപ്പിണ്ട് ഗൈസ്. അവിടെ ബ്ലോക്ക് ആണ്. അവിടെ ബ്ലോക്ക് ആണ്. പക്ഷെ നമുക്കൊരു മാപ്പ് ഇടായിരുന്നല്ലേ. ഞാൻ എന്റെ വ്ലോഗ് തീർക്കട്ടെ. ഞാൻ കൊല്ലും. എന്റെ ഓഫീസിന്റെ ഫുള്ള് ഫ്ലോറിൽ ഇതാ അലയൻസ്. എന്താ അലയൻസിന്റെ അതിന്റെ ഇത് കൂടെ എന്റെ ഓഫീസിന്റെ എല്ലാ ഫ്ലോറിലും ആ കമ്പനിയാണ്. ഇവിടെ അലയൻസ് അപ്പൊ പറഞ്ഞു എന്തായിരുന്നു? അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച് അപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. അവിടെ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് 7-11 തപ്പി നടന്നു. ഇത് ആക്ച്വലി നമ്മളുടെ ഒപ്പമുള്ള ഒരു ടീമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 7-11 കയറി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടുന്ന് കയറിയപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കയറണം എന്ന്. അങ്ങനെ ഇവിടെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. ഓൺ ചെയ്തില്ല ഇപ്പോഴാണ്. എന്നാ ഇവിടെ നിന്ന് കുറെ നേരമായി നമ്മളോട് ചെക്കൗട്ട് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇതുവരെ എന്റെ ഇവിടെ എന്താ ചോദിക്കണേ. കുറച്ച് ലിറ്ററൊക്കെ ഇടായിരുന്നു. നമ്മുടെ വണ്ടി ഇതുവരെ വന്നില്ല. നമ്മൾ ആക്ച്വലി ഇവിടുന്ന് 2 മണിയായപ്പോൾ ഞങ്ങൾ ഇറക്കി വിട്ടു. ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ. ആക്ച്വലി 2 o'clock വരെയായിരുന്നു ഇവിടെ സ്റ്റേ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ പോയി ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്.
നമ്മൾ കുറച്ച് ടാക്ടിക്കലായിട്ട് നമ്മൾ ഫസ്റ്റ് പോയി ലഞ്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ന് കുറേ ടൈം റെസ്റ്റ് ചെയ്യാതെ, പക്ഷേ ഇല്ല, 2 മണിയായപ്പോൾ നമ്മൾ ഇറക്കി വിട്ടു ദിവസം നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് ഇവിടുത്തെ ലോഞ്ചിൽ വന്നിരിക്കുന്നു. നമുക്ക് പിന്നെ അവിടെ ഇരിക്കാൻ മടിയായിരുന്നു. നമ്മൾ പുറത്ത് വന്നിരിക്കുന്നു, വണ്ടി വന്നിട്ട് വായി നോക്കി ഇവിടെ നിൽക്കും. സിമ്പിൾ, സോ സിമ്പിൾ. അത് ഞങ്ങൾ ഇടുന്ന സമയം നമ്മളിവിടെ ഇറക്കി വിട്ടു ഗൈസ്. പ്രത്യേകിച്ചാൽ ഞങ്ങൾ മടുത്തതാ ഈ കാണുന്ന സ്റ്റെപ്പിൽ ബാഗൊക്കെ വെച്ച് ഇവിടെ ഒന്ന് ഇരുന്ന് പോയി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവിടെ ബാഗ് വെക്കരുത്, ഇരിക്കരുത്. ഞങ്ങൾ മാത്രമല്ല ആ സൈഡിലോട്ട് കാണിച്ച് ചുമ്മാ ഒന്ന് കാണിച്ച് അത് ഇവരെല്ലാം ഉണ്ട്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും തപ്പി. എല്ലാവരും മലയാളികൾ കൈ കഴിക്കണം. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഇനിയിപ്പോ നമ്മളുടെ മറ്റേ പോവാ 5 സ്റ്റാർ സ്റ്റേ വിത്ത് ഇൻഫിനിറ്റി പൂള്. അപ്പം അതിനുവേണ്ടി നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ നമ്മൾ പോവാം. അവിടെ പോയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഒരു 3 hours അല്ല, എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമുക്ക് ഇവിടുന്ന് നല്ല ലോങ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് ഇവിടെ റീഫ്രഷ് ആവാൻ വേണ്ടി അവർ സ്റ്റേ തന്നെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കുറേ നേരം ഇരിക്കും. 2 hours ഒക്കെ മാക്സിമം ചിലപ്പോൾ കിട്ടുള്ളൂ. കാരണം 6 o'clock ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ നമുക്ക് 3-4 ആയി. സോ ശരി, ഇനി റൂം കാണിക്കാൻ, അല്ലെങ്കിൽ റൂം ടൂർ പറഞ്ഞ് വേറെ അത് നമുക്ക് നോക്കാം. ലെങ്ത് അനുസരിച്ച് നോക്കാം. ഇവിടെ നോക്കിയിട്ട് കിട്ടുകയാണ് എന്നെ വിളിക്കും, ഞാൻ ഈ സൈഡ് നോക്കാം. എവിടെ എനിക്കിവിടെ എന്തോ ഒരു ഐറ്റം ഞങ്ങളിവിടെ റൂം പൂൾ നോക്കാൻ പോകണം. അപ്പം ഞങ്ങൾ നോക്കട്ടെ. ഇവിടെ ഒരു ഗുദാം പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇല്ല, ഇവിടെ തപ്പിക്ക് പിടിക്കാനാണ് ഒരുമാതിരി വണ്ടർലേ വന്ന് പെട്ട പോലെ. എടോ എനിക്ക് കിട്ടിയടോ എവിടെ ഉണ്ടോ ഇതന്നെയാണല്ലോ അല്ലേ തറയും കാശ്ലി റൂം ടൂർ. എടാ നീ ആധാരം ഇവിടെ പോലെ തുടങ്ങിയിട്ട് പോവാ. എന്നാ ഫസ്റ്റ് ഓപ്പണിങ്. ഒരു ട്വിൻ ടവർ എവിടെ ഇടും? ഓ അയാളെ കാണാനേ ട്വിൻ ടവർ ഇല്ല അല്ലേ? ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല. എടോ ചെയ്യാൻ ചിലപ്പോ പറ്റുമായിരിക്കും. ഇത് മറ്റേ ഇങ്ങനത്തെ ഇവിടെ ലാമ്പോ ഉണ്ട്. ഇവിടെ വലിയ ഇത് ഏതായിരിക്കണോ സ്ഥലം? ഇതായിരിക്കില്ലല്ലേ? നൈസ് ചെയർ. ഇവിടെ നിന്ന് അതൊക്കെ നമുക്ക് കൊളാക്കാനുള്ള സ്ഥലം. ഇവിടെ ഒരു നൈസ് ടേബിളിനോ കോംപ്ലിമെന്റ് വല്ലതും ഉണ്ടോ? അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവിടെ ഓൾറെഡി ഒന്നുമില്ല. എടോ ഇതന്നെ ഇങ്ങനെ എടുക്കണമെന്ന് എനിക്ക് ഇഷ്ടമായില്ല. ഡ്രയറുണ്ട്, കെറ്റിലുണ്ട്, എന്തെല്ലാം ഉണ്ടോ? ഇല്ല എടോ എനിക്ക് നമുക്കിത് നോക്കാം. മിനി ബാർ, TV, വലിയ TV, സ്വിമ്മിംഗ് പൂൾ യൂസേജ്. നൈസ്. തേപ്പാണ് ഗൈസ്, തേപ്പ്. ഒരു ബിയറെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ജസ്റ്റ് ഒരു ഡ്രോയർ മാത്രമായിരിക്കും. And then we have a king sized bed. Cause I love you for infinity. Nice. ലൈറ്റ് ഒക്കെ ഓണാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. ഇവിടെ വലിയ മിറർ. വി ലവ് ദിസ് മിറർ. നൈസ് നോ? എടാ ഒരു മിനിറ്റ്. വന്നു വാ. ഷാറുണ്ട്, കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ആയിരിക്കും. അതെല്ലാം ഉണ്ടോ? എടാ ബ്രഷ് പേസ്റ്റ് ഇല്ലേടാ? ഉണ്ട് 2 കിറ്റ് ഉണ്ട്. 2 ഉണ്ട്. ഗ്രേറ്റ്. നമുക്ക് ഇവിടെ കുസ് ഉണ്ട്. ഓ നൈസ്. എന്നാ ഫ്ലാഷ് ഒക്കെ എനിക്ക് ഓട്ടോമാറ്റിക് ഒരൊറ്റ ഇരിയുന്നുണ്ടല്ലോ. എന്നെ കാണുന്നില്ല. എന്നെ കണ്ട് റിച്ച് ലുക്ക് ഉണ്ടല്ലേ. എടാ എന്റെ ചെവിയൊക്കെ അടയാളോ. എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും മറ്റേ ഇതിനാവുന്നു, വികലാംഗിയാവുന്നു. ഞാൻ നോക്കിക്കോട്ടെ. എടാ ഒരു മിനിറ്റ്, ഞാൻ വീഡിയോ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതാ ഇവിടെ ജിം വെറുതെ കാണാൻ വന്നു. I'll show you the view. സെറ്റല്ലേ?
നൈസ് നോ എന്നെ കൊണ്ട് ഇത് നോക്കത്തില്ലെന്നാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയി നമ്മൾ പോണ് പുറത്താട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേൻ്റെ ടൂർ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഐറ്റിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെ ട്വിൻ ടവർ കാണും. പിന്നെ ഒരു ബ്രിഡ്ജും ഉണ്ട്, അവിടെയും കൂടിയാണ് പോണേ. ഒരു അപകടമല്ലേ. ആക്ച്വലി ഭയങ്കര ബ്രൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയാൽ മതി. അല്ല, എൻ്റെ ഇന്നത്തെ ഡ്രസ്സിന് ഒത്തിരി ബ്രൈറ്റ് ആക്കിയാൽ ഞാൻ എൻ്റെ ഫേസും അതനുസരിച്ച് ഞാൻ മേക്കപ്പ് ചെയ്യണമായിരുന്നു. എടുത്തരാം. അപ്പം നമ്മളിപ്പോൾ ഫുഡ് സ്ട്രീറ്റ് റിസർവ് എന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ്. ഞങ്ങളൊരു ഹറി ഭറി റച്ചിലാണ് ഞങ്ങൾ ഡ്രസ്സ് മാറി. ഞങ്ങൾ ലേറ്റ് ഒന്നും, ബാക്കി എല്ലാവരും ഓൺ ടൈം ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇവര് കുറച്ചൊരു ലേറ്റ് ആയി. നമുക്ക് പിന്നെ അവിടെ കുറേ നേരം വെയിറ്റിംഗ് വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ എല്ലാവരും ഈവനിങ് കുറച്ച് ഡിലേ ആക്കുന്നതിന് നമ്മളിന് കുറച്ച് അങ്ങ് ലേറ്റ് ആയി പോയി. ഇന്റൻഷനലി നമ്മൾ ചെയ്തതല്ല, ആയപ്പോൾ ഒരു 12 മിനിറ്റ് ലേറ്റ് ആയി, ഒരു മിനിറ്റ് ക്രോസ് ചെയ്യട്ടെ. പക്ഷെ എല്ലാവരും ഭയങ്കര ഷാർപ്പായിട്ട് 6 o'clock ആവുമ്പോൾ നിങ്ങളെവിടെയാ എവിടെ എത്തി എങ്ങനെയാ എല്ലാവരും നമ്മളെ വിളിച്ച് നമ്മൾ ചമ്മി നാളം കെട്ട്. യെസ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിലെത്തി. ഞങ്ങൾ കഴിക്കുന്ന വ്ളോഗ് കാണിച്ചോക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റ് നോക്കുവാട്ടോ നമുക്ക് എന്താ കഴിക്കാൻ തോന്നണേന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഫുള്ള് നടന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റവും 2-3 ഐറ്റം ഞങ്ങൾ ഓർഡർ ചെയ്ത്. നമ്മള് തപ്പി ചെന്നപ്പം എവിടുന്നോ അവര് പോർക്ക് എന്നൊക്കെ പറഞ്ഞൊരു ഐറ്റം തന്നു. ഞങ്ങൾ വാങ്ങിച്ചു. ഓക്കെ, വാങ്ങിച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ഹണി പോർക്ക് വേറെന്തോ സംതിങ് കൂടെ ഒരു എഴുതിയുണ്ടായിരുന്നു. പേരെന്തോ ആയിക്കോട്ടെ, പക്ഷെ പോർക്കാണായിട്ട് ഹണി ഉണ്ട്. സോ നമ്മൾ പറഞ്ഞപ്പോൾ അയാള് സംഭവത്തിലിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് തന്നു. നമ്മൾ കഴിക്കാൻ പോകാം. ഞങ്ങൾ ഒരെണ്ണേ മേടിച്ചു കേട്ടോ. ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വളരെ റിസ്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര പൈസ ഇവിടേക്ക്. കുക്കായിട്ടുണ്ടോ? അല്ല, ആണോ? എനിക്കിഷ്ടം. കഴിച്ചുള്ളിലേക്ക് പോവും അല്ലേ? നൈസാണ്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് പോർക്കാന്നുള്ളൊരു ഫീൽ വന്നില്ല. ഇതൊന്നും ഓവർ കുക്ക് ആയതുകൊണ്ട് അല്ല, പിന്നെ കുറച്ച് അത് വന്നപ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോയ വഴിയൊക്കെ മസാജ് ഒക്കെ പറഞ്ഞ് കുറേ ഉണ്ടായിട്ട് കുറേ ആൾക്കാരിൻ്റെ വഴിയിൽ ഇങ്ങനെ നിൽക്കും. നമുക്ക് ഇത്ര റിങ്കട്ടിന് ഇത്ര മീറ്റർ മസാജൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഫുൾ ഇങ്ങനെ വെറുതെ നടക്കൊക്കെ ചെയ്തു. നമുക്ക് എങ്ങനെ അറിയാം, നമ്മളൊരു സ്ഥലത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയും നമ്മൾ ഇന്ന ടൈമിൽ നമ്മൾ തിരിച്ച് വരാൻ പറയും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് അവിടെയുള്ള എല്ലാ സ്ഥലവും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ വന്ന് നമ്മൾ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ട്വിൻ ടവറിലാട്ടോ നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പെട്രോണ ട്വിൻ ടവർ എത്തിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. ഭയങ്കര വലുതാണ്. ഞങ്ങൾ അകത്ത് കയറില്ല, ഞങ്ങൾ പുറത്തു നിന്നാണ് കണ്ടത്. എന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ അല്ലെങ്കിൽ നമ്മൾ എത്തുമ്പോഴേ കുറേ ചേട്ടന്മാർ ഫോട്ടോ എന്നൊക്കെ ചോദിച്ച് വരും. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഫോട്ടോയ്ക്ക് ഒരു റിങ്കറ്റ് വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബ്രിഡ്ജിലേക്കാട്ടോ പോകണം. ആ സമയം ഞങ്ങൾ ഈ മിക്കി മൗസിനെ കണ്ട്. ഇതെന്താണ് സലോമ ബ്രിഡ്ജ്. അത് ഞാനിപ്പോൾ ഗൂഗിളിൽ തപ്പിയിട്ടാട്ടോ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് വെച്ചാൽ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട് പറഞ്ഞു. അത് നമ്മൾ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ടൂറായിട്ടാണ് പോണേ. അപ്പം നമ്മൾ കൂടാതെ വേറെ 2 കപ്പിൾസും പിന്നെ ഒരു ഫ്രണ്ട് സെറ്റും പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ 11 പേരുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മൾ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ കയറി. എന്നിട്ട് നമുക്ക് അവിടെ ഇതേപോലെ 7-11 പോലെ തന്നെ നമുക്ക് ഇങ്ങനെ അഫോർഡബിളായിട്ട് നമുക്ക് തിന്നാൻ പാക്കറ്റ് ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പാക്കറ്റ് സാധനം മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഡേ 2 ആട്ടോ. അപ്പോൾ ഇത് ഞാൻ വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളെ കാറ്റൻ തുറന്നു. അപ്പം കാണുന്ന ആ സാധനമാണ് ആ കുത്തമ്പീനാർ വിളിക്കുന്ന ഐറ്റില്ലേ, ആ വലുത്, ആ മഞ്ഞൊക്കെ ഉണ്ടായിട്ട്. അതിൻ്റെ പേര് KL ടവർ എന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ച്. ആ എവിടെ നമ്മുടെ ഷീമാട്ടിയിലൊക്കെ ഇതുപോലെ തന്നെ കണ്ണാടിൻ്റെ അകത്ത് കണ്ണാടി അങ്ങനെ. നമുക്ക് പയ്യങ്ങ് ഇറങ്ങിയാലോ? അമ്മയും കോമ്പോ ഗൈസ്, ഞാൻ ലുക്കുള്ള എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 and only അവസരം.
എന്ത് രസം എന്താ പറയാ. ഓ മൈ ഗോഡ്, ഇവിടെ ചൈനക്കാരൊക്കെയാണ്. ചൈനയാണ് കൊറിയനാണ് എന്താ പറയുക, ഞാൻ മിക്കവാറും അവരുടെ അടിക്കും പിടിച്ചെടുക്കും. സോ മെനി ഡേ 2 ഇത് ഒരുമാതിരി പറഞ്ഞു പഠിപ്പിച്ച പോലെ. അതെത്ര മണിക്ക്? 9:37 ഫസ്റ്റ്. തുടങ്ങിക്കോ, എന്നിട്ട് മറ്റേ ഞാൻ എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്തുള്ളൊരു ടെമ്പിളിലാട്ടോ പോയത്. ഇതെന്താ ചൈന ടെമ്പിളോ അങ്ങനെ എന്തൊരു ടെമ്പിളാണ് എൻ്റെ പേര്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഭയങ്കര നമ്മളവിടെ പോയപ്പോഴത്തേക്കും തന്നെ അവിടെ എന്തോ അവരുടെ പ്രയാസമൊക്കെ നടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ബുദ്ധന്മാരെയൊക്കെ കണ്ട്. അപ്പം അവിടെ ഭയങ്കര സീക്രട്ടായിട്ട് നമുക്ക് അവരെ തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അതൊക്കെ ഓൾറെഡി അവിടെ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ അവിടെ കുറേ നമ്മളിങ്ങനെ ഭയങ്കര ബ്രൈഡൽ ഷാറും 2 കല്യാണമോ 3 കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാമോദീസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുറേ ബ്രൈഡ്സിനെ കണ്ടു. ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ആൾക്കാരെ കാണാൻ. പിന്നെ ഈ ഒരു പരിപാടി, ഈ സാധനം എന്ന് വെച്ചാൽ ഞാനും ആഷ്ലി ഇവിടുത്തെ ആദ്യം ഈ ചേച്ചി അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഞാനും ആഷ്ലിയും കൂടെ ചെയ്തു. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ആ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴെ ഇടണം. അതങ്ങനെ എന്നിട്ട് താഴെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും അത് പുറത്തേക്ക് വീഴും. ആ പുറത്തേക്ക് വീഴുന്ന സാധനമാണ് നമ്മളെടുത്ത് വായിക്കേണ്ടത്. അതിൻ്റെ സ്റ്റിക്കിൻ്റെ അവിടെ ഒരു ഓറഞ്ച് കളർ ആയിട്ട് ഉണ്ടല്ലോ. അപ്പം ആ സാധനം നമ്മളെടുത്ത് വായിക്കണം. അപ്പം അതിൻ്റെ താഴെ തന്നെ അവിടെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൻ്റെ അവിടെ താഴെയുള്ള ഇതേപോലെ ഒരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പറിലുള്ളതാണ് നമ്മൾ വായിക്കേണ്ടത്. എന്നിട്ട് ഞാനും ചെയ്തു, ആഷ്ലിയും ചെയ്തു. എന്നിട്ട് ആഷ്ലിക്ക് ലൈക്ക് ഓൾമോസ്റ്റ് നല്ലൊരു സാധനം ആണ് കിട്ടിയത്. അത് ഇടുവേ എൻ്റെ ടേൺ വന്നിട്ട് ഞാൻ ഇതേപോലെ സാധനം ചെയ്തിട്ട് കുറേ സാധനമൊക്കെ പുറത്ത് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ 2 സെലക്ട് ചെയ്തു. ഒരെണ്ണം ഒരു 10 പിന്നെ വേറെ ഒരു 35. എന്നിട്ട് ഒരെണ്ണം എൻ്റെ ദൈവമേ ആദ്യത്തെ വായിച്ചപ്പോൾ ദൂരം എന്തായിരുന്നു അറിയാം. എനിക്ക് ഇതിനെ അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇതിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഒരു വിശ്വാസമൊന്നുമില്ല. അപ്പം ആദ്യം കിട്ടിയത് ഭയങ്കര ലോക ദുരന്തമായിരുന്നു. എന്താണ് ഭയങ്കര പച്ച പിടിക്കൂല അങ്ങനെയൊക്കെ ഒരു ഐറ്റം ആയിരുന്നു. ഞാൻ 2 എടുത്തല്ലേ. ആക്ച്വലി ഇതിൽ 1 എടുത്താൽ മതിയായിരുന്നു. ഞാൻ 2 എടുത്തു. ഒരു ഇരിക്കട്ടെ. അങ്ങനെ രണ്ടാമത്തെ ഞാൻ എടുത്തപ്പം അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഗുഡ് വൈബ്സിലൊക്കെയാണ് പോയത്. എന്നിട്ട് അതൊന്നും ഞാൻ കാട്ടില്ല. അതൊക്കെ ഞാൻ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഇതേപോലെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാം. ഭയങ്കര ക്യൂട്ട് ആൻഡ് പ്രിറ്റി സാധനം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരു 7 റിങ്കറ്റിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. നമ്മൾ പോയിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും മിനിമം 8 റിങ്കറ്റ്സ് ആയിരുന്നു കേട്ടോ സാധനങ്ങൾക്കൊക്കെ, അല്ല ഫ്രിഡ്ജ് മാഗ്നറ്റ് എസ്പെഷ്യലി. അപ്പം ഇവിടുന്ന് ഞങ്ങൾ 7 റിങ്കറ്റ് മേടിച്ചു. ഞങ്ങൾക്ക് ആക്ച്വലി അതൊരു പ്രോഫിറ്റ് ആയിരുന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വെറുതെ ഇങ്ങനെ തിന്നൊക്കെ ഇത് നോക്കി ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കി അതിന് ഞങ്ങൾ തിരിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണേ. ഇതെന്തായിരുന്നു, ഇത് മറ്റേ കിങ്സ് പാലസാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ. കിങ് അകത്തുണ്ടെങ്കിൽ അവിടെ എന്തൊരു ഫ്ലാഗ് ഉണ്ട്, അത് ഞാൻ കണ്ടില്ലായിരുന്നു. അത് മുകളിലായിരിക്കും, കിങ് ഇല്ലെങ്കിൽ അത് താഴെയായിരിക്കും ഫ്ലാഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറെ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ 2 റിങ്കറ്റിന് തണുത്തുള്ളം മേടിച്ചു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് പോയത് ഒരു അക്വാരിയത്തിലേക്കാട്ടോ. അവിടെ അവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളെ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ലായിരുന്നു. അവിടെ കുറേ ജീവികളെയും ജന്തുക്കളെയും കണ്ടു. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തത്. അവിടെ ലൈക്ക് റൂമിലും സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ പല്ലി പാറ്റുള്ള പോലെ അവിടെ അങ്ങനത്തെ സാധനമൊന്നുമില്ല. അതിനൊക്കെ നമ്മൾ ഇതേപോലെ ഈ കേജിലൊക്കെ പൂട്ടി വെച്ചിട്ട് ഈ അക്വാറിയത്തിലേക്ക് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഷാർക്കിനെയൊക്കെ കണ്ടു. ഇതേപോലത്തെ ആ സാധനത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ ആ ഐറ്റത്തിനൊക്കെ ഞങ്ങൾ കുറേ കണ്ടു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര അടിപൊളി, ഭയങ്കര വലിയ സാധനമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എവിടെയാണ് പോയെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി. യെസ്, അപ്പോൾ നമ്മളിത് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി Tiramisu, the best number 1 blue color. The best number 1 blue color. Tiramisu. Tiramisu, blue color packet. Tiramisu chocolate. Tiramisu. This flavor blue packet. എൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് ഷുഗർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചോക്ലേറ്റ് ഒന്നും മേടിച്ചില്ല. പക്ഷേ ടേസ്റ്റ് ഒക്കെ വെച്ചത് നല്ല രസമായിരുന്നു. എസ്പെഷ്യലി ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ. ഞാൻ യൂഷ്വലി ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ കഴിക്കുന്ന ആളല്ല, ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടമായി അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയതെന്ന് വെച്ചാൽ ഒരു മോസ്ക്
മോസ്കിലേക്കാട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതേപോലത്തെ സാധനം തരും. ഇതേപോലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ഹെഡ് ടു ടോ ഹെയറൊക്കെ നമ്മൾ കവർ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര രസമുണ്ട്. ഇത് പുറത്ത് നിൽക്കുന്ന ലോട്ടസോ അങ്ങനെ എന്തോ ഒരു ഭംഗിയുള്ള ഒരു ഐറ്റം കാണാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞത് സാധനമായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി നമ്മൾ ഈ വെൽവെറ്റെല്ലാം ഈ കളർ ക്ലോത്തൊക്കെ ഇട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തുനിന്ന്. എനിക്കിഷ്ടമായി. ആ റെഡ് കളർ ഇറങ്ങി പൊളിച്ചു. റെഡ് കളർ ഡ്രസ്സായിരുന്നു പൊളിച്ചു. പക്ഷെ ഇത് മുടിയൊക്കെ വന്നിരിക്കുന്നു. പക്ഷെ അതിവിടെ ഇവിടെ ആൾക്കാർ കുറേ ഇതായിട്ടല്ലേ വന്നിട്ടുണ്ട്. കല്യാണം നല്ലതായിരുന്നല്ലോ. ഇവിടാണോ നോക്കട്ടെ, കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഡേ 2 എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ആട്ടോ. ഇത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു യൂറോപ്യൻ കൺട്രി ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങളും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പറ്റുമെങ്കിൽ ഞാൻ പിക്ചർ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി.